നമസ്കാരം. മറ്റൊരു കിടിലൻ ഹോം ടൂർ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ മലപ്പുറം ജില്ലയിലെ തിരൂരുള്ള പ്രണവ് അക്ഷയ ദമ്പതികളുടെ ഒരു മനോഹരമായ വീടിന്റെ വിശേഷങ്ങളായിട്ടാണ് കേട്ടോ ഇന്നത്തെ ഞങ്ങളുടെ വരവ്. ഏകദേശം 2200 സ്ക്വയർ ഫീറ്റിൽ 4 ബെഡ്റൂമോട് കൂടി ഇരുനിലയിലായി വളരെ മനോഹരമായ രീതിയിൽ ഏതൊരു സാധാരണക്കാരനും ഇൻക്ലൂഡ് ചെയ്യാവുന്ന രീതിക്കാണ് കേട്ടോ ഇന്റീരിയർ ഒക്കെ വരുന്നത്. വീടിന്റെ കൂടുതൽ വിശേഷങ്ങൾ അറിയണ്ടേ? അതിന് മുന്നായിട്ട് നമ്മുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. വെൽക്കം ബാക്ക് ടു ഹൈസം വ്ലോഗ്സ്. ഏതൊരു സാധാരണക്കാരനും നിർമ്മിക്കാൻ കഴിയുന്ന തരത്തിൽ വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് എന്നാൽ ഒത്തിരി മനോഹരമായ രീതിയിൽ തന്നെ ഇന്റീരിയറും എക്സ്റ്റീരിയറും ഒക്കെ ചെയ്തിട്ടുള്ള വീടാണ് കേട്ടോ ഇത്. ഈ വീടിന്റെ ഹൗസ് ഓണേഴ്സായ പ്രണവും അക്ഷയാണ് കേട്ടോ ഈ ഇരിക്കുന്നത്. പിന്നെ ഈ വീട് നിസ്സാരക്കാരനല്ല കേട്ടോ. ഈ വീടിനുള്ളിൽ ഹോം തിയേറ്റർ വരെ സെറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഹോം ടൂർ ചെയ്തതിൽ ആദ്യമായിട്ടാണ് കേട്ടോ ഹോം തിയേറ്റർ ഒക്കെ ഉള്ള ഒരു വീട് കാണുന്നത്. അപ്പൊ നമ്മളിതേ നമ്മുടെ ഈ മനോഹരമായ വീടിന്റെ വിശേഷങ്ങളിലേക്ക് വരുമ്പോൾ വീടിനോട് മാച്ച് ആവുന്ന തരത്തിൽ തന്നെയാണ് കേട്ടോ ഇവിടെ കോമ്പൗണ്ട് വോളൊക്കെ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇവിടെ ദാ ഈ ഒരു ഭാഗത്തായിട്ട് തന്നെ ഹൗസ് നെയിമും കൊടുത്തിട്ടുണ്ട്. വീടിനോടും ആ ഒരു കോമ്പൗണ്ട് വാളിനോടും മാച്ച് ആവുന്ന തരത്തിൽ ഇതുപോലെ സ്ലൈഡിംഗ് ഗേറ്റ് ആണ് കേട്ടോ കൊടുത്തിട്ടുള്ളത്. വീടിന്റെ ഫ്രണ്ടിലായിട്ട് ഇതേ അത്യാവശ്യത്തിലേറെ തന്നെ മുറ്റമൊക്കെ വരുന്നുണ്ട്. മുറ്റം ഇതുപോലെ നല്ല വൃത്തിയിൽ തന്നെ ലാൻഡ്സ്കേപ്പിങ്ങും ചെയ്തിട്ടുണ്ട്. ഇനി നമ്മളിതേ നമ്മുടെ വീടിന്റെ എക്സ്റ്റീരിയർ നോക്കുകയാണെങ്കിൽ നല്ല വൃത്തിയായിട്ടാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. വൈറ്റ് കളറിൽ വരുന്ന വീടിന്റെ ആ ഒരു പില്ലേഴ്സും അതുപോലെ തന്നെ ആ ഒരു ബോർഡേഴ്സ് ഒക്കെ ഒന്ന് ഹൈലൈറ്റ് ചെയ്യുന്ന തരത്തിൽ ഒരു നേവി ബ്ലൂ കളറാണ് കേട്ടോ കൊടുത്തിട്ടുള്ളത്. വളരെ സിമ്പിൾ ആയിട്ട് ചെയ്ത ഒരു എക്സ്റ്റീരിയർ ആണെങ്കിൽ കൂടി പുറമേ നിന്ന് നോക്കുമ്പോഴേ ഏതൊരാളെയും ആകർഷിപ്പിക്കുന്ന തരത്തിൽ തന്നെയാണ് കേട്ടോ ആ ഒരു ഡിസൈനിങ് ഒക്കെ വരുന്നത്. വീടിന്റെ ബോർഡേഴ്സും കൂടാതെ ഈ ഒരു വലതുവശത്തായിട്ട് നമ്മുടെ ആ ഒരു വിൻഡോന്റെ ഭാഗം ജസ്റ്റ് ഹൈലൈറ്റ് ചെയ്യുന്ന തരത്തിൽ ഒരു ബോക്സ് ടൈപ്പ് ഡിസൈൻ വന്നിട്ടുണ്ട്. അവിടെ ഒക്കെ ഈ നെവി ബ്ലൂ കളറാണ് കേട്ടോ പെയിന്റിങ് കൊടുത്തിട്ടുള്ളത്. ആ ഒരു ഭാഗത്തിന്റെ താഴെയായിട്ട് നോക്കുകയാണെങ്കിൽ നമുക്ക് നല്ല അടിപൊളിയായിട്ട് ഗാർഡൻ സ്പേസ് ഒക്കെ സെറ്റ് ചെയ്യാവുന്ന തരത്തിൽ ഒരു സ്പേസ് കൊടുത്തിട്ടുണ്ട്. വീടിന്റെ എക്സ്റ്റീരിയറിനെ ഒത്തിരി ഭംഗിയാക്കുന്ന തരത്തിൽ ഓപ്പൺ സിറ്റ് ഔട്ട് കൺസെപ്റ്റ് ആണ് കേട്ടോ ഇവിടെ കൊണ്ടുവന്നിട്ടുള്ളത്. സിറ്റ് ഔട്ടിലേക്ക് കയറാനായിട്ട് ഫ്രണ്ടിൽ ഒരേ വലുപ്പത്തിൽ ഇതാ ഇതുപോലെ 2 സ്റ്റെപ്പ് കൊടുത്തിട്ടുണ്ട്. 300-180 സൈസിലാണ് കേട്ടോ ഈ സിറ്റ് ഔട്ട് വരുന്നത്. സിറ്റ് ഔട്ടിൽ ഇതേ 2 വശത്തായിട്ട് പില്ലേഴ്സ് കൊടുത്തിട്ട് ആ 2 ഭാഗത്തും സിറ്റിംഗ് ഏരിയ ചെയ്തിട്ടുണ്ട്. ആ ഒരു പില്ലേഴ്സിലായിട്ട് നോക്കുകയാണെങ്കിൽ ടെക്സ്ചർ പെയിന്റ് ആണെന്ന് തോന്നിക്കുന്ന തരത്തിൽ ഒരു ടൈലാണ് കേട്ടോ വിരിച്ചിട്ടുള്ളത്. കൂടാതെ നമ്മുടെ സിറ്റിംഗ് ഏരിയന്റെ ബേസിലായിട്ട് നോക്കുകയാണെങ്കിൽ ടോപ്പിൽ ഗ്രാനൈറ്റും ആണ് കേട്ടോ വരുന്നത്. സിറ്റ് ഔട്ടിൽ പ്രത്യേകിച്ച് ചെയറോ ടീ ടേബിളോ ഒന്നും അറേഞ്ച് ചെയ്തിട്ടില്ല കേട്ടോ. ഇവിടെ വോളിലായിട്ട് ഒരു സിംഗിൾ വിൻഡോ വരുന്നുണ്ട്. കൂടാതെ മെയിൻ ഡോറ് നോക്കുകയാണെങ്കിൽ ഡോറിന്റെ ഫ്രെയിം വന്നിട്ട് മലേഷ്യൻ ഇരുളാണ്. പിന്നെ ഡോറിന്റെ വുഡ് വന്നിട്ട് മഹാഗണിയാണ് കേട്ടോ. നല്ല ഭംഗിയിൽ കൊത്തുപണിയൊക്കെ ചെയ്തൊരു ഡോറാണ് കേട്ടോ. ആ ഒരു കൊത്തുപണിയൊക്കെ വന്നിട്ട് നല്ല രസമില്ലേ? കൂടാതെ 2 സ്റ്റീലിന്റെ ഹാൻഡിൽ കൂടി കൊടുത്തിട്ടുണ്ട്. ഡോറിന് മുകളിലായിട്ട് ഒരു വോൾ ലൈറ്റ് സെറ്റ് ചെയ്തിട്ടുണ്ട്. സീലിംഗിലായിട്ട് കാര്യമായിട്ട് ഡിസൈനിങ് ഒന്നും വരുന്നില്ല കേട്ടാ. അപ്പൊ വരും ഇനി നമുക്ക് അകത്തെ വിശേഷങ്ങളൊക്കെ ഒന്ന് കണ്ടാലോ. 500-520 സൈസിൽ അത്യാവശ്യം വലിയൊരു ഹോളാണ് കേട്ടോ വരുന്നത്. ഇവിടെ പ്രത്യേകിച്ച് ലിവിങ് ഡൈനിങ് എന്നുള്ള പാർട്ടീഷൻ ഒന്നും കൊടുത്തിട്ടില്ല കേട്ടോ. നമ്മളല്ലേ ഡോറ് തുറന്ന് കയറി വരുമ്പോഴേ ഈ ഭാഗത്തായിട്ട് ഒരു ദിവാൻ കൂട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. കൂടാതെ നമ്മുടെ ഡോറിനോട് ചേർന്നതാ ഈ ഒരു ഭാഗത്തായിട്ടാണ് കേട്ടോ ഇവിടെ പൂജാമുറി സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇവിടെ ഡോറിന്റെ ഈ ഒരു ഭാഗത്ത് ഇതുപോലെ ഒരു സ്പേസ് ക്രിയേറ്റ് ചെയ്തതുകൊണ്ട് തന്നെ ഏറ്റവും നീറ്റ് ആയിട്ടുള്ള ഒരു സ്പേസ് ആവൂലെ അത്. നമ്മൾ എപ്പോഴും നമ്മുടെ കൈയെത്താത്ത ഒരു സ്ഥലം അതും വളരെ വൃത്തിയായിട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. നല്ല ഭംഗിയുണ്ട് കേട്ടോ അത് കാണാൻ വേണ്ടിയിട്ട്. അതിന് മുകളിൽ കൊടുത്ത ആ ഡിസൈൻ ഒക്കെ വേസ്റ്റ് മെറ്റീരിയൽ യൂസ് ചെയ്തിട്ടാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്.
ഇനിയിപ്പോ അവിടുന്ന് നമ്മളിതേ ഈ ഒരു ഭാഗത്തേക്ക് വരുമ്പോൾ ഇവിടെ ആയിട്ട് തന്നെ സോഫ സീറ്റർ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അതായത് നമ്മുടെ ലിവിംഗ് സ്പേസ് കേട്ടോ. നല്ല കംഫർട്ട് ആയിട്ടുള്ള ഒരു സോഫ സീറ്റർ തന്നെയാണ് കേട്ടോ വരുന്നത്. നടുക്കായിട്ട് ഇതുപോലെ ഒരു ടീ ടേബിൾ കൂടി അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ബാക്ക് വോളിലായിട്ട് നോക്കിയാൽ 2 സിംഗിൾ വിൻഡോ വരുന്നുണ്ട്. അതിലൊക്കെ ആയിട്ട് സീബ്ര ബ്ലൈൻഡ്സ് ആണ് കേട്ടോ കർട്ടൻസ്. ആ വോളിലായിട്ട് തന്നെ ഒരു ബ്യൂട്ടിഫുൾ വോൾ ലൈറ്റ് കൂടി സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ അവിടുന്ന് നമ്മളിത് ഈ ഒരു ഭാഗത്തേക്ക് വരുമ്പോൾ ഇവിടെ ആയിട്ടാണ് നമ്മുടെ ഡൈനിങ് സ്പേസ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. 6 പേർക്ക് ഇരിക്കാൻ കഴിയുന്ന തരത്തിലാണ് കേട്ടോ ടേബിളിന്റെ അറേഞ്ച്മെന്റ്സ്. നല്ല ക്വാളിറ്റിയിൽ വരുന്ന ചെയറും അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇവിടെ വലിയൊരു വിൻഡോ വരുന്നുണ്ട് കേട്ടോ. അതിലായിട്ടും സീബ്ര ബ്ലൈൻഡ്സ് ആണ് കർട്ടൻസ് കൊടുത്തിട്ടുള്ളത്. ഈ ഒരു വോളിലായിട്ട് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് തന്നെ നമ്മുടെ TV യൂണിറ്റ് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഒരു വശത്തായിട്ട് ഇതുപോലെ വുഡൻ ലുവേഴ്സും താഴെയായിട്ട് ഇതുപോലെ ഡ്രോയർ ഒക്കെ കൊടുത്തിട്ട് വളരെ സിമ്പിൾ ആണെങ്കിലും നല്ല ഭംഗിയില്ലേ അത് കാണാനായിട്ട്. ഇവിടെ സീലിംഗിലായിട്ട് നോക്കുകയാണെങ്കിൽ ഇതുപോലെ LED ലൈറ്റ്സും കൂടാതെ നടുക്കായിട്ട് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള 2 ഹാങ്ങിങ് ലൈറ്റ് ഒക്കെ കൊടുത്തിട്ടാണ് കേട്ടോ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഇനിയിപ്പോ നമ്മളിത് ഈ ഭാഗത്തേക്ക് വരുമ്പോൾ നേരെ കാണുന്നത് കിച്ചണും കൂടാതെ അവിടെ ആയിട്ട് ഒരു ബെഡ്റൂമും വരുന്നുണ്ട്. ആ ഒരു ഭാഗത്ത് വോളിലായിട്ട് തന്നെ ഒരു വിന്റേജ് ക്ലോക്ക് കൂടി അറേഞ്ച് ചെയ്തിട്ടുണ്ട്. കൂടാതെ ഈ ഭാഗത്തായിട്ടാണ് കേട്ടോ സ്റ്റെയർ വരുന്നത്. സ്റ്റെയറിന്റെ ആ ഒരു കോർണറിലായിട്ട് തന്നെ വാഷ് ഏരിയയും സെറ്റ് ചെയ്തിട്ടുണ്ട്. മുകളിലായിട്ട് നോക്കുകയാണെങ്കിൽ ഇതുപോലെ ഇന്റീരിയർ ഡെക്കേഴ്സ് ഒക്കെ കീപ്പ് ചെയ്യാവുന്ന തരത്തിൽ ഒരു സ്റ്റോറേജ് കൊടുത്തിട്ടുണ്ട്. ആ ഒരു ഭാഗത്ത് തന്നെ ലൈറ്റ് വരുന്നുണ്ട്. കൂടാതെ വുഡൻ ലുവേഴ്സ് ഡിസൈനും LED ലൈറ്റ് മിററും താഴെ വാഷ് ബേസും നോക്കി ഒരു തോണിന്റെ ഷേപ്പിലായിട്ട് നമ്മൾ പൊതുവേ കാണുന്നതിൽ നിന്ന് ഒരു ഡിഫറെന്റ് അല്ലേ. താഴെ ഇതുപോലെ സ്റ്റോറേജും വരുന്നുണ്ട്. ഇനിയിപ്പോ ഈ ഭാഗത്തായിട്ടും ഒരു ബെഡ്റൂം വരുന്നുണ്ട് കേട്ടോ. അപ്പൊ ആദ്യം ഈ ബെഡ്റൂം നോക്കുകയാണെങ്കിൽ 410x350 സൈസിലാണ് വരുന്നത്. ഇവിടെ ഈ ഒരു ഭാഗത്തായിട്ട് തന്നെ നമ്മുടെ ഫാമിലി കോട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. കോട്ടിന്റെ ഹെഡ് ബോർഡ് ആ വോളിൽ ഫിക്സ്ഡ് ആണ് കേട്ടോ. കൂടാതെ ഈ ഒരു ഭാഗത്തായിട്ട് ഒരു കുഞ്ഞു സൈഡ് ടേബിൾ ഒരുക്കിയിട്ടുണ്ട്. ആ ഒരു വോളില്ലേ അവിടെ 2 സിംഗിൾ വിൻഡോ വരുന്നുണ്ട്. വിൻഡോക്ക് ആ ഒരു വുഡൻ പാനലിംഗ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. സീബ്ര ബ്ലൈൻഡ്സ് ആണ് കർട്ടൻസ്. ഇനിയിപ്പോ അവിടുന്ന് നമ്മളിത് ഈ ഒരു കോർണറിലേക്ക് വരുമ്പോൾ ഇവിടെ ജസ്റ്റ് ഒരു വർക്ക് ഏരിയ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടാ. ഒരു സ്റ്റഡി ഏരിയ അല്ലെങ്കിൽ ഒരു ഓഫീസ് ഏരിയ എന്നൊക്കെ പറയാം. അവിടെ ഒരു ടേബിൾ വരുന്നുണ്ട്. ആ ഭാഗത്ത് വോളിലായിട്ട് തന്നെ ഇതുപോലെ നല്ല ഭംഗിയിൽ ഒരു സ്റ്റോറേജ് കൊടുത്തിട്ടുണ്ട്. കൂടാതെ നമ്മുടെ ടേബിളിന്റെ ആ ഒരു ചെയർ ഇല്ലേ ഉള്ളിലേക്ക് ഇതുപോലെ വെക്കാവുന്ന രീതിക്കാണ് കേട്ടോ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. പുറമേന്ന് കാണുമ്പോൾ അതൊരിക്കലും ഒരു ചെയർ ആയിട്ട് തോന്നില്ലല്ലോ. ആ ഒരു ഭാഗത്ത് വോളിലായിട്ട് തന്നെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഹാങ്ങിങ് ലൈറ്റ് കൂടി ഫിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മുടെ കോട്ടിന് നേരെ ഓപ്പോസിറ്റ് ആയിട്ട് ഇവിടെ ആയിട്ടാണ് കേട്ടോ വാർഡ്രോബിന്റെ സെറ്റിംഗ്സ് വന്നിട്ട് ഇതുപോലെ വുഡൻ തീമിൽ സ്റ്റോറേജിന് ഒത്തിരി പ്രാധാന്യം കൊടുത്തിട്ടാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. അതിനോട് ചേർന്ന് തന്നെ ഇവിടെ ആയിട്ട് ഒരു ഡ്രസ്സിംഗ് ഏരിയ വരുന്നുണ്ട്. അതിന്റെ മിററിനുള്ളിൽ വരെ ഇതുപോലെ കോസ്മെറ്റിക്സ് ഒക്കെ വെക്കാവുന്ന രീതിക്ക് സ്പേസ് യൂട്ടിലൈസ് ചെയ്തിട്ടാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. സ്പേസിന്റെ കാര്യം പറഞ്ഞപ്പോഴാ നമ്മുടെ ഈ കോട്ടില്ലേ കോട്ടിന് താഴെയായിട്ടും ഇതുപോലെ സ്റ്റോറേജിന് വേണ്ടിയിട്ട് ക്യാബിൻസ് ഒക്കെ ചെയ്തിട്ടുണ്ട് കേട്ടാ. ഈ റൂമിലായിട്ടും അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നുണ്ട്. ഏകദേശം 110-180 സൈസിലാണ് കേട്ടോ വരുന്നത്. നല്ല സൗകര്യമുള്ള ഒരു ബാത്റൂം തന്നെയാണ് കേട്ടോ ഇത്. ശേഷം നമ്മൾ അവിടുന്ന് ഈ ഒരു ഭാഗത്തേക്ക് വരുമ്പോൾ ഇവിടെ ആയിട്ടാണ് രണ്ടാമത്തെ ബെഡ്റൂം. 330-350 സൈസിൽ അത്യാവശ്യം വലിയൊരു ബെഡ്റൂം ആണ് കേട്ടോ ഇത്. ഇവിടെ ഈ ഒരു ഭാഗത്തായിട്ട് ഒരു കുഞ്ഞു കോട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. റെഡിമെയ്ഡ് കോട്ടാണ് കേട്ടാ. ഇവിടെ ആയിട്ട് ഒരു റെഡിമെയ്ഡ് വാർഡ്രോബും സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ ഇവര് പഴയ വീട്ടിൽ നിന്ന് ഷിഫ്റ്റ് ചെയ്തതാണ് കേട്ടോ. ഇവിടെ കർട്ടൻസ് നോക്കുകയാണെങ്കിൽ സീബ്ര ബ്ലൈൻഡ്സ് തന്നെയാണ്. ഈ റൂമിലായിട്ടും അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നുണ്ട്. ഇനിയിപ്പോ നമുക്ക് ഇവിടുത്തെ കിച്ചൺ നോക്കല്ലേ. കിച്ചണിന്റെ ഡോർ വന്നിട്ട് ഇതുപോലെ വുഡിന്റെ ഡോറിൽ ഗ്ലാസിന്റെ ഡിസൈൻ ഒക്കെ വരുന്നുണ്ട്. വർക്ക് ഏരിയ കൂടി ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് ഏകദേശം 500-432 സൈസിലാണ് കേട്ടോ നമ്മുടെ ഈ കിച്ചൺ ചെയ്തിട്ടുള്ളത്. നമ്മൾ കിച്ചണിലേക്ക് കയറി വരുമ്പോഴേ ഈ ഭാഗത്തായിട്ടാണ് ഫ്രിഡ്ജിന്റെ സ്പേസ് വരുന്നത്. അവിടുന്ന് നമ്മൾ ഈ ഒരു ഭാഗത്തേക്ക് വരുമ്പോൾ ഇവിടെ ഒത്തിരി ഭംഗിയായിട്ട് തന്നെ ഒരു ഷോ കിച്ചൺ ചെയ്തിട്ടുണ്ട് കേട്ടോ. നല്ല ഭംഗിയായിട്ട് സ്റ്റോറേജിന് പ്രാധാന്യം കൊടുത്തിട്ടാണ് ചെയ്തിട്ടുള്ളത്. ഇവിടെ L ഷേപ്പിൽ റാക്ക് വന്നിട്ടുണ്ട്. റാക്കിന്റെ ഈ തുടക്കത്തിലായിട്ട് തന്നെ നോക്കുകയാണെങ്കിൽ ഒരു ക്രോക്കറി യൂണിറ്റ് ആണ് കേട്ടോ സെറ്റ് ചെയ്തിട്ടുള്ളത്. നല്ല ക്വാളിറ്റിയിൽ ഒത്തിരി ക്യാബിൻസ് ഒക്കെ കൊടുത്തിട്ട് നല്ല വൃത്തിക്ക് ചെയ്ത ഒരു ക്രോക്കറി യൂണിറ്റ് തന്നെയാണ് കേട്ടോ ഇത്.
നമ്മുടെ റാക്കിന് ബേസിലായിട്ട് വരുന്നത് ഗ്രാനൈറ്റ് ആണ് കേട്ടോ. ഈ ഒരു ഭാഗത്തായിട്ട് തന്നെ ഗ്യാസ് സ്റ്റവ് ഒക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അവിടെ ദേ വെന്റിലേഷന് വേണ്ടിയിട്ട് ഇതുപോലെ 3 ഡോർ വിൻഡോയും കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ഈ വിൻഡോ ഇല്ലേ, അതിന് 2 വശത്തായിട്ടും ദേ ഇതുപോലെ ക്യാബിൻസ് സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. നമുക്ക് കുക്കിങ്ങിന് ആവശ്യമായിട്ടുള്ള ഐറ്റംസ് ഒക്കെ കീപ്പ് ചെയ്യാവുന്ന രീതിക്കും അതുപോലെ ഇവിടെ ദാ നീളത്തിൽ തന്നെ വലിയൊരു ക്യാബിന് സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിന് താഴെയായിട്ട് കുഞ്ഞു സ്റ്റോറേജും കൊടുത്തിട്ടുണ്ട് കേട്ടാ. ഇനി നമ്മുടെ റാക്കിന്റെ താഴെയായിട്ടും ദാ ഇതുപോലെ ഓരോന്നിനും അതത് സ്പേസ് കൊടുത്തിട്ട് തന്നെ ക്യാബിൻസ് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി അവിടുന്ന് നമ്മളിത് ഈ ഒരു ഭാഗത്തേക്ക് വരുമ്പോൾ ഇവിടെ ജസ്റ്റ് ഒരു വാൾ പാർട്ടീഷൻ വരുന്നുണ്ട് കേട്ടോ. അവിടെ ആയിട്ട് തന്നെ ഒരു ഹാങ്ങിങ് ലൈറ്റും കൊടുത്തിട്ടുണ്ട്. അവിടുന്ന് നമ്മളിത് ഈ ഭാഗത്തേക്ക് വരുമ്പോൾ ഇവിടെ ദാ ഈ ഒരു എൻട്രൻസിലായിട്ട് തന്നെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടാ. ഇതുപോലെ ഫോൾഡ് ചെയ്യാൻ പറ്റുന്ന രീതിക്ക് ആയതുകൊണ്ട് തന്നെ നല്ലോണം സ്പേസ് ലാഭിക്കാൻ കഴിയൂട്ടാ. പിന്നെ നമ്മുടെ ഈ വർക്ക് ഏരിയയിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം, ഈ വോൾ ഇതുപോലെ ഹാഫ് ആയിട്ട് കൊടുത്തതുകൊണ്ട് തന്നെ ഇവിടെ ഇടുങ്ങിയിട്ട് ഫീൽ ചെയ്യൂല, നല്ലോണം വിശാലായിട്ട് തോന്നി. ഇവിടെ ആയിട്ട് തന്നെ ദാ അടുപ്പ് വരുന്നുണ്ട്. അതിനോട് ചേർന്ന് തന്നെ ഇവിടെ സിങ്കിന്റെ സ്പേസും വരുന്നുണ്ട് കേട്ടോ. രണ്ടും നല്ല സ്പീഷ്യസ് ആയിട്ട് നല്ല വൃത്തിക്ക് തന്നെയാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. നമ്മുടെ സിങ്കില്ലേ, അതിന് താഴെയായിട്ട് ദാ ഇതുപോലെ സ്റ്റോറേജ് കൊടുത്തിട്ടുണ്ട്. അവിടെ തന്നെ ഒരു പ്രത്യേകത എന്താണെന്നറിയോ, നമ്മളില്ലേ കച്ചറൊക്കെ ഇട്ട് വെക്കാൻ വേണ്ടിയിട്ട് ഒരു വേസ്റ്റ് ബാസ്ക്കറ്റ് വെക്കൂലേ, അത് നമ്മുടെ ഈ ക്യാബിനിലായിട്ട് തന്നെയാണ് കേട്ടോ സെറ്റ് ചെയ്തിട്ടുള്ളത്. അത് നല്ലോണം വൃത്തിയായിട്ട് തോന്നിയിട്ട് എനിക്ക്. അവിടെ ദേ വെന്റിലേഷന് വേണ്ടിയിട്ട് ഇതാ ഒരു വിൻഡോയും കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് വന്നിട്ട് പുറത്തേക്കുള്ള ഡോറാണ് കേട്ടോ. അവിടുന്ന് ദേ ഈ ഭാഗത്തേക്ക് വരുമ്പോൾ ഇവിടെ മുകളിലായിട്ട് ഒരു സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. കൂടാതെ ദേ ഇവിടെ ഒരു സ്റ്റോർ റൂമും വരുന്നുണ്ട് കേട്ടാ. 135, 172 സൈസിലാണ് കേട്ടോ ഈ സ്റ്റോർ റൂം വരുന്നത്. അത്യാവശ്യം സ്റ്റോറേജ് കപ്പാസിറ്റി ഒക്കെ വരുന്ന ഒരു സ്റ്റോർ റൂം തന്നെയാണ് ഇത്. ശേഷം നമ്മൾ ഡൈനിങ്ങിലേക്ക് തന്നെ വരുമ്പോൾ 2 ഭാഗത്തുനിന്നും കാണാൻ പറ്റുന്ന രീതിക്ക് വരുന്ന ക്ലോക്ക് ആണ് കേട്ടോ ഇത്. അങ്ങനെ ഇനി നമുക്ക് മുകളിലത്തെ വിശേഷങ്ങൾ നോക്കല്ലേ. അതിനായിട്ട് സ്റ്റെയർ നോക്കുകയാണെങ്കിൽ ഇതാ ഫ്ലോറിലായിട്ടും ആ ഒരു മാർബിൾ തന്നെയാണ് കേട്ടോ വന്നിട്ടുള്ളത്. ഹാൻഡ് റൈലിംഗ് വന്നിട്ട് ടഫൻ ഗ്ലാസും ടോപ്പ് റൈലായിട്ട് വുഡും ആണ് കേട്ടോ വരുന്നത്. ഇനിയിപ്പോ നമ്മുടെ സ്റ്റെയറിന്റെ താഴെയല്ലേ വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് അടിപൊളിയായിട്ട് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അത്യാവശ്യം 10 mm തിക്നെസ് വരുന്ന ഒരു ഗ്ലാസ് കൊടുത്തിട്ട് അതിനുള്ളിലായിട്ട് ആർട്ടിഫിഷ്യൽ ഗ്രാസ് മാറ്റും കൂടാതെ ഒത്തിരി ടോയ്സും കാര്യമൊക്കെ വെച്ചിട്ട് അടിപൊളിയായിട്ടാണ് കേട്ടോ അത് ഡെക്കറേറ്റ് ചെയ്തിട്ടുള്ളത്. നമ്മുടെ സ്റ്റെയറിന്റെ താഴെ ക്ലോസ് ആവുമ്പോൾ ഇവിടെ ഭയങ്കര ഇടുങ്ങിയതായിട്ട് തോന്നും. അതുകൊണ്ടാണ് കേട്ടോ ഈ ഐഡിയ ചെയ്തിട്ടുള്ളത്. അടിപൊളിയായിട്ടില്ലേ? അപ്പൊ നമുക്ക് ഇനി മുകളിലത്തെ വിശേഷങ്ങൾ നോക്കല്ലേ. മുകളിലേക്ക് കയറുമ്പോൾ ദാ സ്റ്റെയർ ഏരിയയിലെ വോളിലായിട്ട് ഉള്ളിലേക്ക് പ്രകാശമൊക്കെ കിട്ടുന്ന രീതിക്ക് ഇതുപോലൊരു വിൻഡോ വരുന്നുണ്ട് കേട്ടാ. അവിടെയും സീബ്ര ബ്ലൈൻഡ്സ് ആണ് കർട്ടൻസ്, കൂടാതെ ഒരു വോൾ ലൈറ്റ് കൂടി ഫിക്സ് ചെയ്ത് അങ്ങനെ നമ്മൾ മുകളിൽ എത്തിയിട്ടുണ്ട് കേട്ടാ. ഇവിടാണ് കേട്ടോ ഞാൻ പറഞ്ഞ ഒരു ഹോം തിയേറ്റർ സെറ്റ് ചെയ്തിട്ടുള്ളത്. പൊതുവേ നമ്മുടെ എല്ലാവരുടെ വീട്ടിലും മുകളിൽ അപ്പർ ഹോള് ഒന്നെങ്കിൽ ഒരു ലിവിംഗ് ആക്കിയിട്ടിടും, അല്ലെങ്കിൽ ഒരു യൂസും ഇല്ലാതെ ഇടലല്ലേ പതിവ്. അതിന് പകരം ഇവരിവിടെ ഒരു ഹോം തിയേറ്റർ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ വോളിലും ഫ്ലോറിലും ഒക്കെ ആയിട്ട് നോക്കുകയാണെങ്കിൽ ബ്ലാക്ക് സിന്തറ്റിക് കാർപ്പറ്റ് ആണ് കേട്ടോ യൂസ് ചെയ്തിട്ടുള്ളത്. അത് മൊത്തത്തിൽ ഒട്ടിച്ചിട്ടുണ്ട്. കൂടാതെ ഇവിടെ കുറച്ച് വർക്കും കൂടി കംപ്ലീറ്റ് ആവാനുണ്ട് കേട്ടോ. ജസ്റ്റ് ഇവിടെ ഒന്ന് ക്ലോസ് ചെയ്യാനുണ്ട്, അതുപോലെ തന്നെ AC വെക്കാനൊക്കെ ഉണ്ട് കേട്ടോ. പക്ഷെ എന്നാലും നല്ല അടിപൊളിയാണ് കേട്ടോ. സൗണ്ട് നമുക്കിപ്പോൾ ഇതിൽ കേൾപ്പിച്ചു തരാൻ പറ്റാത്തതുകൊണ്ടാണ്. നല്ല ക്ലാരിറ്റി ഉണ്ട്, അതുപോലെ തന്നെ നല്ല സൗണ്ടൊക്കെ ഓക്കെ ആണ് കേട്ടോ. അപ്പോൾ നിങ്ങളും ഇങ്ങനെ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് കമൻ്റ് ആയിട്ട് ചോദിക്കാം കേട്ടോ. നമ്മൾ വേണമെന്നുണ്ടെങ്കിൽ സെപ്പറേറ്റ് ആയിട്ട് തന്നെ ഇതിൻ്റെ ഒരു വീഡിയോ ചെയ്യാവേ. പിന്നല്ലേ ഇവരുടെ കാര്യം പറയുകയാണെങ്കിൽ ഇവർ വീടൊക്കെ സെറ്റ് ആയതിനു ശേഷമാണ് കേട്ടോ ഈ ഹോം തിയേറ്ററിന്റെ പ്ലാൻ കൊണ്ടുവന്നത്. അതുകൊണ്ട് തന്നെ ഇവർക്ക് കുറച്ചൊരു നഷ്ടമൊക്കെ വന്നിട്ടുണ്ട്. കാര്യം വേറൊന്നുമല്ല, നമുക്ക് ആദ്യം ഇങ്ങനെ ഒരു പ്ലാൻ ഉണ്ടെന്നുണ്ടെങ്കിലേ ഇവിടെ ടൈല് വിരിക്കണ്ടേ, അതുപോലെ തന്നെ സിമെന്റിന്റെയും പെയിന്റിന്റെയും ഒന്നും ഒരു ആവശ്യമില്ല കേട്ടോ. ഡയറക്റ്റ് നമുക്ക് ഈ ഒരു കാർപ്പറ്റ് പിരിച്ചു കൊടുത്താൽ മതി. അപ്പൊ നിങ്ങൾക്ക് കൂടുതൽ ഡൗട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമന്റ് ആയിട്ട് ചോദിച്ചോളൂ കേട്ടാ. ഇനിയിപ്പോ ഇവിടെ മുകളിലായിട്ടും 2 ബെഡ്റൂം വരുന്നുണ്ട് കേട്ടാ. ഈ ബെഡ്റൂം വന്നിട്ട് നോക്കുകയാണെങ്കിൽ 330, 350 സൈസിലാണ് കേട്ടോ വരുന്നത്. ഇവിടെ ഫാമിലി കോട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. കോട്ടിന്റെ 2 വശത്തായിട്ടും ഇതുപോലെ കുഞ്ഞു സൈഡ് ടേബിൾ കൊടുത്തിട്ടുണ്ട്. കൂടാതെ കോട്ടിന്റെ ബാക്ക് വോളിലായിട്ട് നോക്കുകയാണെങ്കിൽ ഇതുപോലെ ഇന്റീരിയർ ഡെക്കേഴ്സ് ഒക്കെ കീപ്പ് ചെയ്യാവുന്ന തരത്തിൽ കുഞ്ഞൊരു സ്റ്റോറേജ് ഷെൽഫ് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോ ഇവിടെ ഈ ഒരു ഭാഗത്തായിട്ടാണ് കേട്ടോ വാർഡ്രോബ് സെറ്റ് ചെയ്തിട്ടുള്ളത്. നല്ല സ്റ്റോറേജ് ഒക്കെ ഉള്ള രീതിയിൽ ഒരു ഗ്രേ കളർ തീമിലാണ് കേട്ടോ വരുന്നത്. സൈഡിലായിട്ട് തന്നെ ഡ്രസ്സിംഗ് ഏരിയയും സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ വിൻഡോയിലൊക്കെ ആയിട്ട് സീബ്ര ബ്ലൈൻഡ്സ് ആണ് കേട്ടോ കർട്ടൻസ്. ഈ ഒരു ഭാഗത്തായിട്ട് തന്നെ ബാത്റൂം വരുന്നുണ്ട്. ഇനിയിപ്പോ നമ്മുടെ ബാത്റൂം നോക്കുകയാണെങ്കിൽ 195, 130 സൈസിൽ നല്ല സൗകര്യത്തിൽ വരുന്ന ഒരു ബാത്റൂം തന്നെയാണ് കേട്ടോ. ഇനിയിപ്പോ ഈ ഒരു ഭാഗത്തായിട്ട് തന്നെ ഇവിടുത്തെ 4ാമത്തെ ബെഡ്റൂം വരുന്നുണ്ട്. അവിടെ ജസ്റ്റ് ഇവരിപ്പോ സ്റ്റോറേജിനായിട്ടാണ് കേട്ടോ യൂസ് ചെയ്തിട്ടുള്ളത്.
അപ്പോൾ ഫൈനലി നമ്മളിതേ ഇനി ഇവിടുത്തെ ബാൽക്കണിയാണ് കേട്ടോ നോക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. നല്ല സൗകര്യത്തിൽ വരുന്ന ഒരു ബാൽക്കണിയാണ് കേട്ടോ. ഏകദേശം 300-180 സൈസിലാണ് വരുന്നത്. രണ്ട് വശത്തായിട്ട് ഇതേ പില്ലേഴ്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. അതിലും ആ ടൈലാണ് കേട്ടോ വരുന്നത്. കൂടാതെ എൻഡിലായിട്ട് ഗ്ലാസ് റെയിലിംഗ് ആണ് വരുന്നത്. ഇനിയിപ്പോൾ ഇതേ സീലിംഗിലായിട്ട് നോക്കുകയാണെങ്കിലും നല്ല ഭംഗിയിൽ പ്രൊഫൈലായിട്ട് വെച്ചിട്ടാണ് കേട്ടോ ഡെക്കറേറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പൊ എങ്ങനാ ഈ വീട് നിങ്ങൾക്ക് ഇഷ്ടമായോ? നമ്മുടെ ഈ വീടില്ലേ ആകെ മൊത്തം പണി കഴിപ്പിക്കാനായിട്ടുള്ളത്, അതായത് ഇന്റീരിയർ അടക്കം പണി കഴിപ്പിക്കാനായിട്ടുള്ളത് ഏകദേശം 38 ലക്ഷം രൂപയാണ് കേട്ടാ. പിന്നെ ഹോം തിയേറ്ററിന്റെ ഐഡിയ ഒക്കെ എങ്ങനെയുണ്ട്? നിങ്ങൾക്ക് ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ പറയുക. ഒപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ കമന്റ് ആയിട്ട് ചോദിക്കുക. ഒപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായി, നമ്മുടെ വീഡിയോ ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ആദ്യമായിട്ട് ചാനൽ കാണുന്ന ആൾക്കാരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കല്ലോ കേട്ടോ. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.